ചെറുകഥ ഒരു മരണത്തിന്റെ ശേഷിപ്പുകൾ. അവതരിപ്പിക്കുന്നത് വാളൂരാൻ. തിരുപ്പിറവിക്കായി കൺചിമ്മിയിരുന്ന ഒരു ക്രിസ്മസ് രാത്രിയിലായിരുന്നു ആ മരണം. ഈ മരുഭൂമിയിൽ ഒരു മരണത്തിനും ഇത്ര വിലയുണ്ടെന്ന് അന്നാണ് എനിക്ക് തിരിച്ചറിവായത്. ആ അപകടത്തിൽ ഞാൻ മരിച്ചില്ല എന്നതായിരുന്നു എന്റെ നേരെയുള്ള ആദ്യത്തെ കുറ്റം. മൂവരിൽ എന്റെ ജീവിതം മാത്രം ബാക്കിയായതിനാൽ ഞാൻ മാത്രമേ അവർക്ക് ആശ്രയമായിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാനും കൂടി മരിച്ചിരുന്നെങ്കിൽ ഇവരെന്തു ചെയ്യുമായിരുന്നോ ആവോ, അറിയില്ല. എന്തായാലും എന്റെ ജീവൻ നിലനിർത്താൻ അവർ വളരെ താല്പര്യമെടുത്തു. എന്നാൽ മാത്രമേ എന്റെ നേരെ വധശിക്ഷ വിധിക്കുവാൻ അവർക്കാവുമായിരുന്നുള്ളൂ. നിനക്കറിയുമോ, നീ വണ്ടി ഇടിച്ച് കൊലപ്പെടുത്തിയത് എത്ര വലിയവനെയാണെന്ന്? കൊലപ്പെടുത്തുകയോ? ഞാനൊന്ന് ഞെട്ടി. രാത്രി വൈകിയാൽ ഒറ്റയ്ക്ക് പുറത്തിറങ്ങാൻ പോലും പേടിയുള്ള ഞാൻ കൊലപ്പെടുത്തിയെന്നോ? ചിലമ്പിച്ച ശബ്ദത്തിൽ ഞാൻ അയാളോട് താഴ്മയോടെ പറഞ്ഞു, ഞാൻ സാധനങ്ങൾ വാങ്ങാനായി കടയിൽ പോകാനാണ് ആ വണ്ടിയിൽ കയറിയത്. അതും ഞാൻ ചെയ്ത കുറ്റം. ഒരു കുറ്റവാളിയല്ല അയാൾ എന്തൊക്കെ കുറ്റങ്ങൾ ചെയ്തു എന്ന് പറയേണ്ടത്. എന്റെ പക്കൽ നിനക്കെതിരെ തെളിവുകളുണ്ട്. എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല, നിസ്സഹായനായി ഞാൻ പറഞ്ഞു. നിന്റെ ലൈസൻസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ആ കനത്ത മീശ അയാളുടെ മുഖത്തിനുണ്ടായിരുന്ന ക്രൂരഭാവം ഒന്നുകൂടി കൂട്ടി. വെട്ടിയൊതുക്കാത്ത ആ മീശരോമങ്ങൾ ഒരു നിരയില്ലാതെ ഉയർന്നു നിന്നിരുന്നു. ഞാൻ ഇന്നേ വരെ ഒരു വണ്ടിയും ഓടിച്ചിട്ടില്ലെന്നും കിട്ടിയ ലൈസൻസ് എന്റേതല്ലെന്നും പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വാക്കുകൾ പുറത്തു വന്നില്ല. ദൈവമേ, എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ്. പെട്ടെന്നാണ് ലൈസൻസിലെ ഫോട്ടോയുടെ കാര്യം ഓർത്തത്. അതെന്നെ ഓർമ്മിപ്പിച്ചത് ദൈവം തന്നെ. പലപ്പോഴും ഇങ്ങനെ തന്നെ ദൈവം സഹായിക്കാറുണ്ട്. എത്ര കരുണാമയനാണ് അങ്ങ്. താങ്കൾ ആ ലൈസൻസിലെ ഫോട്ടോ നോക്കൂ, അതെന്റെയല്ല. കീഴടങ്ങി നിൽക്കുന്ന ഒരു പട്ടാളക്കാരന്റെ മീശ പോലെ തോന്നി എനിക്കപ്പോൾ അയാളുടെ മീശ. എത്ര പെട്ടെന്നാണ് ഒരാളുടെ രൂപം മാറുന്നത് എന്നോർത്ത് ഞാൻ അത്ഭുതപ്പെട്ടു. ഒരു വിജയിയുടെ അഹങ്കാരമോ പുച്ഛമോ മറ്റോ അയാൾ എന്റെ മുഖത്ത് വായിച്ചിരിക്കണം. അയാൾ കയ്യിലുള്ള തടിച്ച തുകലിന്റെ ബാഗിൽ നിന്നും പാതി ഉരുകിയ ഒരു ലൈസൻസ് കാർഡ് പുറത്തെടുത്ത് എന്നെ കാണിച്ചു. അപകടത്തിൽ ഫോട്ടോയുടെ ഭാഗം ഉരുകിപ്പോയിരുന്നു. പേര് മാത്രമേ വായിക്കാൻ പറ്റുന്നുള്ളൂ. ഞാൻ കരഞ്ഞ പോലെയായി. ദൈവമേ, പരീക്ഷിക്കുകയാണോ? ആദ്യം മുതൽ തോൽവി മാത്രമുണ്ടായിരുന്ന ഒരു ഗുസ്തിക്കാരൻ അവസാന നിമിഷം തിരിച്ചടിക്കുന്ന പോലെ അയാൾ എന്റെ മുഖത്തേക്ക് അയാളുടെ മുഖം കൂടുതൽ അടുപ്പിച്ചു. ചെമ്മരിയാടിന്റെ മണമായിരുന്നു അയാൾക്ക്. എങ്കിലും പേര് എന്റെ അല്ലല്ലോ എന്ന് ഞാൻ പെട്ടെന്നാണ് തിരിച്ചറിഞ്ഞത്. അത് എനിക്ക് കിട്ടിയ വലിയൊരു പിടിവള്ളിയായിരുന്നു. പക്ഷെ നോക്കൂ, ആ പേര് എന്റെ അല്ലല്ലോ. ഇത് നിന്റെ ലൈസൻസ് ആണ്. എന്നെ തുറച്ചു നോക്കിക്കൊണ്ട് കുറച്ചുകൂടി മുഖമടുപ്പിച്ചുകൊണ്ട് ഒരു മുരളുന്ന ശബ്ദത്തിലാണ് അയാളത് പറഞ്ഞത്. വെറുതെ പറയുകയല്ല, അയാളത് ഉറപ്പിക്കുകയായിരുന്നു. പക്ഷേ അതിലെ പേര്, ഞാൻ വിക്കി വിക്കി പറഞ്ഞു. ഇത് നിന്റെ പേരല്ല എന്നുള്ളതിന് എന്താ തെളിവ്? തെളിവ് തെളിവ് ഞാനാകെ വിറങ്ങലിച്ചു. എന്റെ തൊണ്ട വരണ്ടുണങ്ങി. അയാളപ്പോൾ ഗുസ്തിക്കാരനെ പോലെ ഗോദയിൽ കൈ ഉയർത്തി വിജയം ആഘോഷിക്കുകയാണെന്ന് തോന്നി എനിക്ക്. എന്റെ കാഴ്ച നശിക്കുന്ന പോലെയും ശരീരം തളരുന്ന പോലെയും തോന്നി. ഈ ഒരു നിമിഷം ഞാനാണെന്നതിന് ഒരു തെളിവുമില്ലാതായിരിക്കുന്നു. ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് മാത്രം. തെളിവിനായി ഒരു പേര്. ഈ ഭൂമിയിലിപ്പോൾ എന്നെ തിരിച്ചറിയാനായി ഒരു ചെറിയ അടയാളമെങ്കിലും ഇല്ല. ആശയ്ക്ക് വകയില്ല. എന്നെ ക്രൂശിക്കാൻ അവർക്ക് ആ ലൈസൻസ് ധാരാളം. എന്റെ ജീവന് വില പറഞ്ഞുകൊണ്ട് ഏതോ ഒരു പേര് ആ ലൈസൻസിന്റെ മൂലയിൽ. തെറിച്ചു നിൽക്കുന്ന അയാളുടെ മീശരോമങ്ങൾക്കിടയിലൂടെ അയാൾ ചെറുതായി ചിരിക്കാൻ ശ്രമിക്കുന്നു. വൃത്തികെട്ട ഒരു വിജയത്തിന്റെ ചുവയുണ്ടായിരുന്നു ആ ചിരിക്ക്. പെട്ടെന്ന്, വളരെ പെട്ടെന്ന് എന്റെ തലയ്ക്കകത്ത് എന്തോ മിന്നി. ഞാൻ എന്റെ പോക്കറ്റിൽ കൈയിട്ടു. എന്റെ ID കാർഡ് പോക്കറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്റെ മരണത്തിന് തടയിടാനുള്ള ഏക ആണി, എന്റെ രക്ഷകൻ. ഞാനത് അയാൾക്ക് നേരെ നീട്ടി. അയാളുടെ മുഖം വലിഞ്ഞു മുറുങ്ങുന്നത് ഞാൻ അറിഞ്ഞു. ക്രമേണ ഒരു ചെറിയ ചിരി അയാളുടെ മുഖത്ത് തെളിഞ്ഞു. അതിന് ഒരു കോംപ്രമൈസിന്റെ ഛായയുണ്ടായിരുന്നു. എങ്കിലും ഞാനല്ല വണ്ടി ഓടിച്ചിരുന്നത് എന്നും ആ ലൈസൻസ് എന്റേതല്ലെന്നും തെളിയിക്കാനായതിൽ ഞാൻ അതിയായി സന്തോഷിച്ചു. ഗുഡ്. കനത്ത കൈപ്പണം കൊണ്ട് എന്റെ തോളിൽ തട്ടി അയാൾ പതുക്കെ പറഞ്ഞു. ഒരറ്റമുരുകിയ ലൈസൻസും എന്റെ ID കാർഡും കൂടി അയാൾ ആ തുകൽ സഞ്ചി തുറന്ന് അതിനുള്ളിൽ നിക്ഷേപിച്ചു. അതിൽ നിറയെ ചെറിയ കടലാസ് തുണ്ടുകളും എന്തൊക്കെയോ രേഖകളും കുത്തി നിറച്ചിരുന്നു. അത് തുറന്നപ്പോൾ 3-4 കഷ്ണം കടലാസ് തുണ്ടുകൾ പുറത്തേക്ക് ചാടിയത് അയാൾ ശ്രദ്ധിച്ചില്ല. എന്നിട്ട് അവിടെ നിന്നും പതിഞ്ഞ കാൽവെപ്പുകളോടെ പുറത്തേക്ക് നടന്നു. പിന്നെയുള്ള ഒരാഴ്ച എനിക്ക് സ്വസ്ഥതയുടേതായിരുന്നു. മരണം എന്നിൽ നിന്നും അകന്നു പോകുന്നത് ഞാൻ അറിഞ്ഞു. ജീവിതത്തിന്റെ സമൃദ്ധികളിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക്, അതാണ് ഇനി വേണ്ടത്. ഇതെല്ലാം മറക്കാം.
ആരോ മുറിയിലേക്ക് നടന്നു വരുന്ന ശബ്ദം. എന്റെ ആദ്യ കാഴ്ച ചെന്ന് വീണത് നടന്നു വന്നിരുന്ന ആൾ പിടിച്ചിരുന്ന തുകൽ ബാഗിലാണ്. ഇയാൾ എന്തിനാണ് വീണ്ടും വന്നിരിക്കുന്നത്? എനിക്ക് അരിശം വന്നു, ഒപ്പം ഭയവും. മരണത്തിന്റെ കാവൽക്കാരനാണ് ഇയാളെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഒരു കഴുകനെ പോലെ എനിക്ക് ചുറ്റും നടക്കുകയാണ് അയാൾ. എപ്പോഴെങ്കിലും ഒരു ചെറിയ പഴുത് കിട്ടിയാൽ എന്നെ കൊടുക്കാനായി. അയാളുടെ മുഖത്ത് നോക്കി എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അയാളുടെ മീശ വെട്ടി ചെറുതാക്കിയിരിക്കുന്നു. ഒരു ചെറിയ കുറ്റിമീശ മാത്രമേ ഉള്ളൂ ഇപ്പോൾ. അയാൾ ഒരു കോമാളിയെ പോലെ തോന്നിച്ചു. ഞാൻ മരണത്തിൽ നിന്നും രക്ഷപ്പെട്ട പോലെ അയാളുടെ മീശയിൽ നിന്നും മോചിതനായിരിക്കുന്നു. സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത്, അത് ഒരാഴ്ച മുൻപ് എന്റെ കയ്യിൽ നിന്നും കാർഡ് വാങ്ങിക്കൊണ്ടുപോയ ആളല്ല, വേറെ ഒരാളാണ്. പക്ഷേ ആ തുകൽ ബാഗ്, അത് നേരത്തെ ഉണ്ടായിരുന്ന കട്ടിമീശയുള്ള ആളുടെ കയ്യിലുണ്ടായിരുന്നത് തന്നെയാണ്. എന്റെ കാർഡും അറ്റമൊരുകിയ ആ ലൈസൻസും അയാൾ അതിലായിരുന്നു നിക്ഷേപിച്ചിരുന്നത് എന്ന് ഞാൻ വ്യക്തമായി ഓർത്തു. ഈ ലൈസൻസ് നിങ്ങളുടെയാണല്ലേ? തുകൽ ബാഗിൽ നിന്നും അറ്റമൊരുകിയ ലൈസൻസ് എന്നെ കാണിച്ചുകൊണ്ട് അയാൾ ചോദിച്ചു. അയാളുടെ ശബ്ദം എനിക്ക് ഭീതിയുണ്ടാക്കി. ഭയങ്കര ജ്വരം ബാധിച്ചവനെ പോലെ ഞാൻ വിറയ്ക്കാൻ തുടങ്ങി. വളരെ വിഷമിച്ചാണ് എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞത്. ആ ലൈസൻസ് എന്റെയല്ല, എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല. നേരത്തെ ഉണ്ടായിരുന്നയാൾ എന്നെ ഏൽപ്പിച്ചിട്ട് പോയതാണ് ഈ ലൈസൻസ്. അയാൾ എവിടെ പോയി? പെട്ടെന്ന് ഞാൻ ചാടിക്കയറി ചോദിച്ചു. അയാൾ ജോലി അവസാനിപ്പിച്ച് അയാളുടെ രാജ്യത്തേക്ക് തിരിച്ചുപോയി. ഇനി മടങ്ങി വരില്ല. ഇതാണ് നിങ്ങൾക്കെതിരെയുള്ള ഏറ്റവും വലിയ തെളിവെന്ന് അയാൾ എന്നോട് പറഞ്ഞിരുന്നു. എന്റെ കാൽക്കീഴിൽ നിന്നും മണൽ ഊർന്നു പോകുന്ന പോലെയും ഞാൻ കടലിലേക്ക് ഒലിച്ചു പോകുന്ന പോലെയും തോന്നി. അയാളുടെ കയ്യിൽ നിന്നും ആ ലൈസൻസ് തട്ടിപ്പറിച്ചെടുക്കാൻ തോന്നി എനിക്ക്. പെട്ടെന്ന് ഞാൻ ഓർത്തു, എന്റെ ഐഡിയും ആ മീശക്കാരൻ ഇതിനുള്ളിലാണല്ലോ നിക്ഷേപിച്ചത്. നോക്കൂ, ആ ലൈസൻസ് എന്റേതല്ലെന്നതിന് തെളിവായി എന്റെ ID അതിനുള്ളിലുണ്ട്. ഇല്ല, എനിക്ക് ലൈസൻസ് മാത്രമാണ് അയാൾ തന്നത്. അയാൾ കൂടുതൽ എന്റെ അടുത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് പതിഞ്ഞ ശബ്ദത്തിൽ മുരണ്ടു. വിയർപ്പും അത്തരം കൂടിയ ഒരു വൃത്തികെട്ട മണം എന്റെ മൂക്കിലേക്ക് അടിച്ചു. ഇതാണോ മരണത്തിന്റെ ഗന്ധം? എനിക്ക് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടണമെന്ന് തോന്നി. ഞാൻ ആകെ വിയർക്കുന്നുണ്ടായിരുന്നു. വിയർപ്പിൽ കുതിർന്ന് എന്റെ ശരീരം കിടക്കയോടൊട്ടി. ഏതോ ബാധയെ ആവേശിച്ചവനെ പോലെ ഞാൻ ചാടി എഴുന്നേറ്റ് അയാളുടെ കയ്യിൽ നിന്നും ആ ബാഗ് തട്ടിപ്പറിച്ച് അതിൽ നിന്നും ഓരോരോ കടലാസു തുണ്ടുകൾ പുറത്തേക്ക് വലിച്ചിടാൻ ആരംഭിച്ചു. അതിനുള്ളിലുള്ള സകലതും ഞാൻ ആ കിടക്കയിൽ കുടഞ്ഞിട്ടു. എന്നിട്ട് എന്റെ ID തിരയാൻ തുടങ്ങി. എത്ര നേരം ഞാൻ ആ കടലാസു തുണ്ടുകളിലൂടെ ഊളിയിട്ടു എന്നറിയില്ല. അവസാനം ഞാനതിൽ മുഖം പൂഴ്ത്തി കമിഴ്ന്നു കിടന്നു. പഴകി ദ്രവിച്ചു തുടങ്ങിയ കടലാസു തുണ്ടുകളും കിടക്കയിലെ വിയർപ്പും കൂടിച്ചേർന്ന മണം എന്നിൽ നിറഞ്ഞു. അയാൾ എന്റെ തൊട്ടടുത്താണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നൊരു വിറയലോടെ ഞാൻ അറിഞ്ഞു. എന്റെ ചെവിയിൽ അയാളുടെ ചൂടുള്ള ശ്വാസം. നിന്റെ പക്കൽ എന്തെങ്കിലും തെളിവുണ്ടോ? മരണത്തിനോട് കൂടുതൽ അടുത്ത് നിന്നുകൊണ്ടെന്ന പോലെ അയാൾ എന്നോട് പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു.